മനോഹരമായൊരു വ്യൂ ആണ്. റാൻസൺ ചർച്ചിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ കന്യാകുമാരിയിലെ ഇതാണ് എൻ്റെ കവാടം. അതായത് ഞാൻ റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, റാൻസൺ ചർച്ചിൻ്റെ അകത്തൂടെ തന്നെ ഒന്ന് പോയി നോക്കാം. റാൻസൺ ചർച്ചിൻ്റെ കവാടത്തിനകത്തൂടെ നമ്മളൊരു മാടർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ഇതിൽ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ റാൻസൺ ചർച്ചിനകത്തോടെയൊക്കെ വരുമ്പോഴേക്കും ഇടത് സൈഡിലൂടെ ഒരു സ്കൂളിൻ്റെ ആർച്ചുണ്ട്. ആ സ്കൂളിൻ്റെ ആർച്ച് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് നേരെ പോയി എന്നാണ് റാൻസൺ ചർച്ച്. അതിൽ ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്ന ഒരു കവാടമുണ്ട്. നമ്മൾ അതിനടുത്തേക്കാണ് പോകുന്നത്. കണ്ടോ, നമ്മൾ നേരെ റാൻസൺ ചർച്ചിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നേരെ പോകുമ്പോഴേക്കും ഇടത് സൈഡിൽ ഒരു സ്കൂളിൻ്റെ ഒരു ആർച്ച് കാണാം. ഇതാണ് സ്കൂളിൻ്റെ ആർച്ച്. ഇതാണ് സ്കൂളിൻ്റെ ആർച്ച്. അപ്പോൾ ഇതിൽ നേരെ പോയാൽ നേരെ അങ്ങോട്ട് പോകുന്നത് മാടർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, നിങ്ങളുടെ അടുത്ത് കണ്ടാൽ മതി. അപ്പോൾ അതിലൂടെ പോയാണ്. ഇപ്പോൾ ഇത് കണക്ക് നിങ്ങൾ ട്രെയിനിലോ കാറിലോ ഒക്കെ വരികയാണെങ്കിൽ ലേറ്റാകുകയാണെങ്കിൽ രാവിലെ സൺറൈസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതുവഴി പോയാൽ ആ മാടർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാറ് സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് സൺറൈസൊക്കെ കാണാനുള്ള, തിരക്ക് കുറഞ്ഞ് സൺറൈസൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ആ മാടർ ക്ഷേത്രം നിന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് അങ്ങനെ വന്ന് ടൈം കുറവാണെങ്കിൽ ഇപ്പം 6:20, 6:10, 6:05 സൺറൈസ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങ് പോയി ഇവിടുന്ന് കന്യാകുമാരി ആ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി ചിലപ്പോൾ ടൈം ഡിലേ വന്നാൽ കാണാൻ പറ്റാതെ വരും. അപ്പോൾ ഈ 1 ഡേ പാക്കേജായിട്ട് വരുന്നവർ നേരെ ഇവിടെ ഇതുവരെ വരിക, നേരെ മാടർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് പിന്നീട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ പള്ളിനടയിലേക്കാണ് പോകുന്നത്. മാടർ ക്ഷേത്രത്തിൻ്റെ കഥ നമ്മൾ വിട്ട് ഇനി റാൻസൺ ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 2 മാലാഖമാരാണ് റാൻസൺ ചർച്ചിൻ്റെ കവാടത്തിൽ ഇരു സൈഡിലും ഉള്ളത്. സൈഡിൽ 2 മാലാഖമാരെ വെച്ചിട്ടുണ്ട്. എന്താ റാൻസൺ ചർച്ചിൻ്റെ ഈ കൊടിമരത്തിനൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം വരുമ്പോഴേക്ക് നമ്മൾ ഇതിൻ്റെ പള്ളിയുടെ പ്രത്യേകം നമുക്കൊരു വീഡിയോ എടുക്കാം. ഡിസംബർ 13, 12 ആ സമയത്താണ് ഇവിടെ പെരുന്നാൾ തുടങ്ങി. ഡിസംബർ 24 എന്തുകൊണ്ട് ഇവിടെ റാൻസൺ ചർച്ചിലെ പെരുന്നാൾ അവസാനിക്കുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ പെരുന്നാൾ. ഇവിടുത്തെ പ്രത്യേകിച്ച് മാതാവ് സാരി ഉടുത്തുണ്ട് ആണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വേറെ വസ്ത്രങ്ങളാണ്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുത്തുകൊണ്ടാണ് ഇവിടുത്തെ മാതാവ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എന്തോ പ്രത്യേകതയൊക്കെ ഉള്ളതാണ് ഈ റാൻസൺ ചർച്ചിൻ്റെ. നമുക്കതിൻ്റെ ഒരു പ്രത്യേക വീഡിയോൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു ബൈറ്റ് കൂടെ എടുത്തുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇവിടുത്തെ തീരദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ കടൽ തീരത്ത് ആ പുലിമുട്ടിനടുത്തേക്ക് നമ്മൾ വരികയാണ്. കണ്ട, കന്യാകുമാരി പുലിമുട്ടിനടുത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ അല്പം കയറി കഴിഞ്ഞാൽ നമ്മൾ പാസ് എടുക്കുന്ന ബ്രിഡ്ജിൻ്റെ പാസ് എടുക്കുന്ന അവിടേക്ക് നമ്മൾ ചെല്ലും. മത്സ്യത്തൊഴിലാളികളൊക്കെ വള്ളം അടുപ്പിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ബോട്ടുകളെല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ ആ കാണുന്നതാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ നയന ദൃഷ്ടിയാൽ അത് കാണാൻ പറ്റും. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അല്ല, ഇതാണ് പുലിമുട്ട്. ഇപ്പോൾ രാവിലെ സൺറൈസ് കാണുന്നുണ്ടെങ്കിൽ ഈ പുലിമുട്ടി വന്ന് നിന്നാലും അടിപൊളിയായിട്ട് സൺറൈസ് കാണാം. ഇത് ഇവർ പോകും. എല്ലാം ഉള്ള പണി കഴിഞ്ഞിട്ട് വന്നതാണ്. പുല്ല് കുറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിട്ട് വയ്ക്കുന്നത്. വൈകുന്നേരം പോകുക, വൈകിട്ട് പോവുക. ശരിയെന്നാ. എല്ലാവരും ഇങ്ങനെ അടുക്കി മണ്ണിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. നൂല് കുരുങ്ങി ടങ്കീസ് നൂലല്ലേ, പ്ലാസ്റ്റിക് നൂല്. ഇതിപ്പോൾ ഇച്ചിരി ഗേജ് കൂടിയ നൂലാണ്. അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് വള്ളത്തിൽ പോയിട്ട് അങ്ങ് പോയിട്ട് എറിഞ്ഞ് കൊടുക്കും. ഇവിടെ ഒരു ചെറിയൊരു കുരിശടിയുണ്ട്. എന്താ കുരിശടിയുണ്ട്, ഒരു ആൽമരമുണ്ട്. വള്ളങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ ഫിഷ് ലാൻഡിങ് സെൻറ്റർ പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഫിഷ് ലാൻഡിങ് സെൻറ്റർ തന്നെ തൊട്ടടുത്ത് തന്നെ ഫിഷ് ലാൻഡിങ് സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇവരുടെ മീൻ ഐറ്റംസൊക്കെ ശരിയാക്കുന്നതിന് വേണ്ടിയുണ്ട് ഇവിടെ. ഇതെല്ലാം അണ്ണന്മാർ ഇതിനകത്തെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം അത് കണക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നാണ് വലകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓർഡറായിട്ട് ഇതിനകത്തേക്ക് ഏത് കണക്ക് അടുക്കി നീല ടങ്കീസ്. എല്ലാം അതിൻ്റെ പരിപാടി നടക്കണം. ഏതായാലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ഒരു പുത്തൻ മാർഗം തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെ എല്ലാം നമ്മൾ കണ്ട് പോവാ. ഇപ്പോൾ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആടി ഉലയുകയാണ്. അടുത്ത ബോട്ട് ഇപ്പോൾ വരാൻ പോകുന്നു. നല്ല ക്യൂ ആണ് കേട്ടോ. ഒരു ബോട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ഫിഷ് ലാൻഡിങ് സെൻ്റർ ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കണ്ടതോ, ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത ബോട്ട് ഇപ്പോൾ വരും. ഈ തപ്പണം എന്താണ് കാരണം എന്നറിയില്ല, അറിയില്ല. അതെന്താണ് ഇതാണ് നമ്മൾ പാസ് എടുത്ത് കയറുന്ന കൗണ്ടർ. അതാണ് ആ കാണുന്നതാണ്. അണ്ണ എന്തെണ്ണേ എന്ത് ടയർ എടുക്കണം. അപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അപ്പൊ ടയർ എടുക്കുന്നത് നമുക്ക് കണ്ടുകളെ. അടുത്ത ബോട്ട് വരുന്നത്. ടയർ എടുക്കുന്നെന്ന് പറയുന്നത് എന്താണ് നമുക്ക് കണ്ടുകളയാം. ടയർ എന്താണെന്ന് കണ്ടുകളയാം. ഞാൻ കേരള തിരുവനന്തപുരം. ഞാനിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ വലിക്കുന്ന കണ്ടോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. കുറവാണ് കടലിൽ, വെള്ളം കുറവ്. അപ്പോൾ ഇനി ട്രെഡ്ജിങ് അല്ല ഇവിടെ നടത്തുന്നത്, JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അടുത്ത ബോട്ടും വന്നിരിക്കുകയാണ്. കണ്ടോ, അതായത് ഞാനെന്താണ് ഇപ്പോൾ പിന്നെ ഒരു ഗുണം വെച്ച് ഞാൻ ഷൂ മാറ്റി ചെരുപ്പിട്ടുണ്ട് വന്നതുകൊണ്ട് അടിപൊളിയാണ്. നമുക്ക് എപ്പോൾ വേണ്ടി ഇറങ്ങാം. കണ്ടത് അണ്ണന്മാർ എല്ലാവരും ഫേമസ് ആക്കിയിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഇപ്പൊ താഴ്ച സമയത്തില് ഇപ്പൊ വേലി ഇറക്കും. അതുണ്ടെങ്കിൽ നമ്മൾ എടുത്തോണ്ടിരിക്കും. നമ്മള് കിട്ടിയ സാധനം ഇത് മൊത്തം നമ്മള് കിട്ടിയ സാധനമാണ്. റോട്ടിൽ മൊത്തം നമ്മള് പണ്ടുള്ള ആള്, പണ്ട് കുഞ്ഞുമണി കോയിന്ന പേര് ആളും ഭയങ്കര ഇത് ഏറ്റവും എല്ലാം ഇതിൽപ്പെട്ട ആളാണ് അവര്. 60 കൊല്ലമായി അവർ ഇവിടെ. 60 കൊല്ലം. അപ്പൊ പെൻഷൻ ആവില്ല. പെൻഷൻ ആയി ഇപ്പൊ വന്ന് ഇനി ആയി മൊത്തം വന്ന് ഇനി അവിടെ ഒരു കളർ തൊട്ടു ആയവർക്ക് എല്ലാം അത് കൊഞ്ചം തണ്ണി എനിക്ക് കൊഞ്ചം തണ്ണി എനിക്ക് കൊഞ്ചം തണ്ണി കൊഞ്ചം ग्रुप के लीडर और चपाती भास्कर यार चिंगमांग यांग അവർ പണി ഡിസൈഡ് ചെയ്യും, നമ്മൾ വലിച്ചെടുക്കും. അവർ താഴെ 10 സാധനം വയ്ക്കും. നിങ്ങളുടെ പേര്? നമ്മളുടെ പേര് യാങ് മംഗറാജ്. ഇത് നിങ്ങൾ തുളയിടുന്നതാ? ഇല്ല, മൊത്തം വലിയ കയറിങ്ങനെ ഇട്ട് ചങ്കകണി നമ്മള് കയറിട്ട് സമയം അപ്പി പിടിക്കും. മൊത്തം അപ്പി ഇങ്ങനെ പിടിച്ചിരിക്കും. നമ്മള് ഇതാണ് ഇപ്പൊ ഇവിടെ ജീവിമാണ്. ജീവിയുണ്ട്. എല്ലാവരും നല്ല സഹകരണം കേട്ടോ, എല്ലാവരും നല്ല കോപ്പറേറ്റ്. ഞങ്ങൾ പോട്ടാ. ശരി. അതെ, ഞാനിങ്ങനെ വന്നപ്പോൾ ഇവർ എന്തോ വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം എന്താണെന്നറിയാൻ വേണ്ടിയാണ് വന്നതാണ്. ഇവർ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ടയർ അതെടുത്ത് മാറ്റുന്നതാണ്. ഇപ്പം ഇവിടെ വേലിയിറക്കം എന്ന് പറയാം. കടലിൻ്റെ വേലിയിറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയം നോക്കിയപ്പോൾ അല്ലാതെ തന്നെ കടലിൽ വെള്ളം കുറവെന്നാണ് അവർ പറയുന്നത്. താഴെ കിടക്കുന്ന ടയറൊക്കെ എടുത്ത് മാറ്റിയാൽ
തൊണ്ട ചെയ്യാതില്ല, ഡോക്ടറെ കാണണ്ടേ മതിയാകത്തുള്ളൂ. അപ്പോൾ താഴെ കിടക്കുന്ന ടയർ എടുത്ത് മാറ്റിയാലേ ഇപ്പോൾ ബോട്ട് അവിടെ അടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വലിച്ച് മാറ്റുന്നതാണ്. 2 ദിവസമായിട്ട് അവരുടെ പരിപാടി അതാണ്. കുറച്ചധികം അവർ ടയർ എടുത്ത് മാറ്റിയിരിക്കുന്നു. ബോട്ട് പോകുന്ന സമയം നോക്കിയേ. എന്ത് എന്ത് എന്താ നമ്മള് പരിചയമില്ലാത്ത ആളാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് എന്താ ശരി 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 പോട്ടാ, പരിചയപ്പെട്ടില്ലേ? ശരി ശരി കണ്ട, ഒരാൾ നല്ല സ്നേഹം, കണ്ട ഒരാൾ നല്ല സ്നേഹം. ശരി പോട്ടെ, ശരി 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 ശരി. അപ്പോൾ ധാരാളം പേരുണ്ട്. വലിയ ക്യൂ ആണ്. അപ്പം വലിയ ക്യൂ ആണ്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ കയറുന്നുള്ളു. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്യൂവിൽ നിൽക്കാം. ഭയങ്കര ക്യൂ ആണ്. അതിന് മുമ്പ് നമ്മൾ വല്ല ഇഡ്ഡലിയോ ദോശയോ ഏതാവത് ഒന്ന് സാപ്പിട വേണ്ടും. സാമ്പാർ, சாம்பார், சட்னி, சம்மந்தி எல்லாமே போட்டு. டீ கிடைக்குமா? டீ முடிஞ்சிச்சு சார். சரி, ஓகே ஓகே ஓகே. இனி இங்கே என்ன சாப்பாடு இருக்கா? டிஃபன் மாத்திரம். இன்னும் சாயங்காலம் இருக்கா? வெள்ளம் தண்ணி இல்லை. ஒரு காலமே முதல்ல பட்டினி தான். தமிழ்நாட்டுக்கு வந்தால் தமிழ் എന്ത് ചെയ്യാൻ ഒരു 3-4 ഇഡ്ഡലി. ഓക്കെ, താങ്ക് യു. അണ്ണ നമുക്ക് തണ്ണി കൊണ്ടു തന്നെ 3-4 ഇഡ്ഡലി. என்ன அண்ணா ஊருங்க எங்கே நாடு? பாட்னா. அப்போ ஹிந்தி வாலா. எத்தனை நாளாச்சு இங்கே வந்துட்டு? அப்போ தமிழ் தெரியும் இல்லை? நல்லாவே தெரியுது தமிழ். നിങ്ങളെ பார்த்தா തമിഴ്നാട്ട് தானே தெரியும். പൂനെക്കാരനായിട്ട് தெரியாது. പേര് അയ്യോ, അത്രയും പറ്റാതെ. പൂനെയിലെങ്കെ? പാട്നയിലാണ്. ശരി ശരി. കല്ലുമാല, എല്ലാം അല്ല, ശംഖുമാല, അത് രുദ്രാക്ഷമാല അല്ലേ? எவ்வளோ ரேட்டு? இல்லைண்ணா, ഞാൻ கொஞ்சமாக வீடியோ பண்ணி போகலான்னு நினச்சேன். ஒரு மாலையும் வேண்டி போவேன். சாப்பாடுக்கு அது என்ன ரேட்? எவ்வளோ ரேட்டு? இந்த ஆளுக்கு 3 ஆளுக்கும் கொடுக்கும். சரி 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 சரி. இல்லை பரவாயில்ல. நம்ம சகோதரங்கள் தான். மசாலா அண்ணா பேர் என்ன? பாண்டி. நல்லாமே கொடுக்குங்க. நல்லா அவன் வேலையில் கட்டிக்கான பேரம் பேத்தி எடுத்த பிறகு இன்னைக்கு வாங்கி எடுத்துட்டு இருக்காங்களா? இது ஒரு பானிபூரி எவ்வளோ ரேட்? 50 ரூபா. எத்தனை 3 கொடுக்கவா? இல்லை, அந்த அக்காக்கும் கொடுங்க. ஏக்கவாக்கா கூகுள் பே இருக்கா? அண்ணே, இந்த கூகுள் பே இருக்கா? கூகுள் பேயா? ஒன்று போதுமா? அந்த அக்காய் கொடுங்க. பரவாயில்ல. என்ன வேலை இல்லை, എനിക്ക് ഇത് தேவையில்லை. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നത് അല്ലേ? அதுக்கெல்லாம் 5 நாள் அப்படியே அண்ணே கூகுள் பே வரேன். கூகுள் பே 10 மாசம் வயிறு 5 மாசம். இங்க வாங்க.
உங்கள் கை நீட்டத்தை பார்ப்போம். 100 ரூபா கொடு. இது கோல் போய் கொடு. கை நீட்டம் கை நீட்டம் ஐஸ்வர்யம் கை நீட்டத்தை டவுட்டை போடு பானே டீ வாங்கி தவா வியாபாரத்தை நோய் பார்ப்போம். எல்லாத்துக்கும் பானிபூரி ஃப்ரீயாகி கொடுக்குறப்ப நமக்கு டீ வாங்கி தர மாட்டேங்காரு. நான் ஹோட்டல் போட அவர் தான் தரேன் தூக்கி தர சொல்லி நான் வாங்கி வாலி வச்சுடுவேன். கடவுளே போடும் கோகுல் போய் போடணும். மறுமணி எனக்கு ஆளு ஒரு டீ சிகரெட்டு சாட் பண்ணிட்டாங்கன்னா ஆமாம் அது எல்லாத்துக்கும் செய்யலாம் எங்கே ரெண்டு செய்யும். நாங்கள் என்ன பைத்தியாருந்தா இல்லைண்ணே நானே அவங்க இந்த கല്ല് மாலை வச்சுட்டு இருந்தாச்சு. அப்போ എനിക്കത് தேவையில்லை. അപ്പോൾ അവർ ഒരു சாப்பாടുக்காகுമെന്ന് എന്നിട്ട് കേട്ടാ ചൊല്ലിയാச்சு. അപ്പോൾ എനിക്ക് കല്ല് മാല தேவைയില്ല. അങ്ങനെ ഞാൻ പിന്നെ പാനിപ്പൂരി വാങ്ങിക്കൊടുത്തത്. നിങ്ങൾ ചാപ്പില്ല പാനിപ്പൂരി? ഇല്ല 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 ഞാനിപ്പോൾ അപ്പുറത്തെ അങ്കക്കടയിൽ നിന്ന് ചായ കുടിക്കാം. ചായ കുടിച്ചാച്ചു. സഹായ സാബു അല്ലേ? ആ ഓക്കെ. താഴെ ഒരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബോട്ടിലേക്ക് ആൾ കയറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോകാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാലത്തിൽ നിന്ന് ഇതിനകണ്ട പാറയിലേക്കുള്ള ദൃശ്യതാണ്. ഇനിയും മെയിൻ്റനൻസ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും പൂർത്തിയായിട്ടില്ല എങ്കിലും ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. ചുമന്ന പരവതാനി വിരിച്ചുകൊണ്ടാണ് നമുക്ക് ഏതായാലും തിരുവള്ളൂർ പ്രതിമയിലേക്ക് നമുക്ക് പോകാനുള്ള അനുമതി അവർ തന്നിരിക്കുന്നത്. ഏതായാലും ചുമന്ന പരവതാനി വിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതേതായാലും മനോഹരമായിട്ടുണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ ധാരാളം ആൾക്കാരാണ്. ഒരു രക്ഷയില്ലേ, അതിൻ്റെ ബഹളമാണ്. നമ്മുടെ തലയേക്കാൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ വലുപ്പമുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ വലുപ്പമുണ്ട് ഇതിൻ്റെ തള്ളവിരലിന്. അല്ലെങ്കിൽ തള്ളവിരലിന് എൻ്റെ ശരീരത്തിൻ്റെ വലുപ്പം അത്രയും വലുപ്പമാണ് കാലിന്. നല്ല കാറ്റാണ്. നല്ല കാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ചുറ്റും കാണാം. ധാരാളം ആൾക്കാരാണ് ക്ലാസ് മീറ്റിലുള്ളത്. ഗൈഡുകൾ ഭയങ്കര തൊന്തരവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. 10 പോലീസും ഗൈഡും എല്ലാം കൂടെ ഇങ്ങനെ വിസിലടിച്ച് ആകെ കുളവാക്കുന്നുണ്ട്. പിന്നെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അത് ഒരു വലിയൊരു തൊന്തരവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇൻസ്ട്രക്ഷനാണ്. എന്താണെന്ന് അറിയത്തില്ല. വിസിലടിയോട് വിസിലടി.
ആ ബിഹേവ് ചെയ്യുന്നത് അത്ര രസകരമായ രീതിയിലല്ല ഹാൻഡിൽ ചെയ്യണത്. അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഇവരുടെ ബിഹേവ് ചെയ്യുന്ന രീതി അത്ര ശരിയായ രീതിയല്ല. ചുമ്മാതെ ബിസിലടിച്ചുകൊണ്ട് അലോരസപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ട് ചുമന്ന പരവതാനി വിരിച്ചിട്ടാണ് തമിഴ്നാട് സർക്കാർ ടൂറിസം വികസിപ്പിക്കുന്നത്. നമ്മളുള്ള കാടും വെട്ടത്തില്ല, ഉള്ള വേസ്റ്റും മാലിന്യം എല്ലാം കൂടെ ഇട്ടാണ് നമ്മളുടെ ടൂറിസം. ഇവിടെ നിന്നൂടെ ഒരു നല്ലൊരു വ്യൂ എടുക്കാം. ആ കാറ്റത്ത് ബോട്ടിൻ്റെ ചാഞ്ചാട്ടം നോക്കുക കാറ്റത്ത്. കണ്ട ഭയങ്കരം കാറ്റ് റോൾ ചെയ്തപ്പോൾ പിന്നെ അവർ ബോട്ട് തിരിച്ചു പിടിച്ച് ആ കാറ്റിനെതിരെ പിടിച്ച് ഭയങ്കരമായിട്ട് റോൾ ചെയ്യുന്നു ബോട്ട്. കണ്ട ബോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ കിഴക്കോട്ടേക്ക് ആ കാറ്റിനെതിരായിട്ട് ബോട്ട് ഇപ്പോൾ നിയന്ത്രിച്ചാണ് ഇപ്പോൾ പോണത്. ഇത് ഇപ്പോൾ കാറ്റിനെതിരെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബോട്ട് സ്ട്രൈറ്റായിട്ട് വന്നോളും. ഇവിടെ വന്നിട്ട് തിരിച്ചാൽ മതി. അപ്പോൾ ഈ വിവേകാനന്ദ പാറയുടെ മറ ഉള്ളത് കൊണ്ട് കാറ്റ് വലുതായിട്ട് ഇവിടെ വരത്തില്ല. പക്ഷേ ആ ബോട്ട് കിടന്ന് കളിക്കുന്നതല്ല, അത്രയ്ക്ക് നല്ല കാറ്റുള്ളത് കൊണ്ടാണ് ബോട്ട് കറക്റ്റായിട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റാത്തത്. വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണി വരെ എന്തോ പ്രവേശനമുള്ളേ. 4 മണി വരെയാണ് പ്രവേശനം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രവേശനം. ധാരാളം ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ സീറ്റ് കിട്ടി, ഇരിക്കാൻ പറ്റൂല, ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്, നല്ല കാറ്റും എന്താകുമെന്ന് അറിയത്തില്ല. നല്ല കാറ്റ്, ഭയങ്കര ട്രോളിങ്, ആൾക്കാരെ കൂവലോട് തോന്നല്. പേടിച്ചു പോകുന്നവരുമുണ്ട്, എൻജോയ് ചെയ്ത് പോകുന്നവരുണ്ട്. രണ്ട് ആൾക്കാരാണ്. പേടിച്ചു പോകുന്നവരാണ് അധികം, പിന്നെ എൻജോയ് ചെയ്ത് പോകുന്നവരുമുണ്ട്. നല്ല ട്രോളിംഗ് ആണ്. VIPs ഉണ്ടായിരുന്നു. VIPs എയർഫോഴ്സ്. ശരി, ഓക്കെ അണ്ണേ. തിരക്കോട് തിരക്ക്, അടിപൊളി തിരക്ക്. എല്ലാവരും കളറ് ഭയങ്കര ക്യൂ ആണ്. വീണ്ടും അടുത്ത ക്യൂ ആണ്. ഇപ്പം 4 മണിയായി. 4 മണിക്കുള്ള ക്യൂ ആണ്. ഇനി അവിടെ പ്രവേശനമില്ല, 4 മണിക്ക് ശേഷം പ്രവേശനമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ 4 മണിയായി. നമ്മൾ അന്ന് വന്നപ്പോഴേ ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ മുകളിൽ കയറാൻ ഉള്ള സൗകര്യം ഇല്ലായിരുന്നു, അന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. ഗാന്ധി മണ്ഡപത്തിൻ്റെ മുകളിലൊന്ന് കയറി നമുക്ക് രേഖകളൊക്കെ ഒരുപാടുണ്ട്. ആ പട്ടത്തിലൊക്കെ ഇപ്പോൾ നൂല് നോക്കുന്ന ചറുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മുമ്പ് ഇതില്ലായിരുന്നു. അപ്പോൾ ഇത് മോഡേൺ മിഷനറീസ് വെച്ചിരിക്കുന്നത്. പണ്ട്
പണ്ടത്തെ ഇങ്ങനെ കയ്യിൽ കറക്കുന്ന ചർക്കൊക്കെ പോരെ ഇപ്പം മോഡേൺ ഇതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, നൂല് നോക്കുന്നത്. ഏതായാലും നമുക്ക് മുകളിൽ ഒന്ന് പോകാം. അപ്പോൾ ഇതിവിടെ ഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് വെച്ച സ്ഥലമാണ്. നമുക്കിത് വഴി ഒന്ന് കയറി നോക്കാം, സ്റ്റെപ്പ് വഴി ഒന്ന് കയറി നോക്കാം. ഇവിടെ നിന്നും കടൽ കാണുന്നതിനും തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. തൊട്ടടുത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിൽ വന്ന് ഇന്ന് കാണുന്ന കണക്കുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. എനിക്കൊണ്ട് ലൈറ്റ് ഹൗസിനേക്കാളും നല്ല മനോഹരമായ കാഴ്ച അനുഭവം ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. അതായത് കടകളിൽ എല്ലാം നല്ല മനോഹരമായ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഏതായാലും ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പണ്ടും ഈ ഗാന്ധി പാർക്കിൻ്റെ വലത് സൈഡിൽ പാർക്കുണ്ടായിരുന്നു, അതെല്ലാം നശിച്ച് നാരായണക്കല്ലെടുത്ത് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി നല്ല മനോഹരമായിട്ട് ഗാന്ധി മണ്ഡപത്തിനോട് ചേർന്നുള്ള പാർക്ക് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ്. അത് നല്ലൊരു രീതിയിൽ അത് ഡിസൈൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നുള്ള നല്ലൊരു ദൃശ്യഭംഗി തന്നെയാണ്. ഇവിടുന്ന് നല്ല മനസ്സിനൊരു തൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു കാഴ്ച അനുഭവമുണ്ട്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. നല്ലൊരു മനോഹരമായൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നല്ല വ്യൂ ആയിരിക്കും. രാത്രി ഇവിടെ പ്രവേശനം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതിനൊക്കെ കുത്തനെ ഉള്ള ഒരു സ്റ്റെയർകേസാണുള്ളത്, തടിയിലുള്ള സ്റ്റെയർകേസാണുള്ളത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി മുകളിലൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ഒക്ടോബർ 2 ആ ഹോളിലൂടെ ലൈറ്റ് താഴേക്ക് ഗാന്ധി മണ്ഡപത്തിൻ്റെ ശിലാഭസ്മത്തിലേക്ക് വീഴുമെന്നാണ് പറയുന്നത്. ഇവിടെ ഗാന്ധി മണ്ഡപത്തിൻ്റെ ഒരു പെയിൻറ്റിങ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ 1942 ക്വിറ്റ് ഇന്ത്യയുടെ ആ ഒരു പ്രതീകാത്മക സമരത്തിൻ്റെ ഇത് വരച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഇതും കാണാം. ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുണ്ട്. 1917 സത്യാഗ്രഹം, സൗത്ത് ആഫ്രിക്ക, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി ഇറക്കുന്നതിൻ്റെ ഇതുണ്ട്. 1888 ലണ്ടനിൽ പോയതിൻ്റെ ഇതുണ്ട്. മഹാത്മാഗാന്ധിയും കാമരാജും കൂടെ ചർച്ച ചെയ്യുന്നതായിട്ട് ഉള്ള നല്ല രസമുണ്ട് കാണാൻ. കാമരാജുമായിട്ട് നല്ല കളറിങ്ങൊക്കെ നല്ല അടിപൊളി കളറിങ്. പണ്ട് ഇവിടെ വരുമ്പോഴേ ഈ ഒരു മുൾച്ചെടി ഇവിടെ എപ്പോഴും കാണുമായിരുന്നു. ഇപ്പോൾ എൻ്റെ കാല് പറഞ്ഞാൽ കയറി ഒറ്റ കുട്ടികൾക്ക് കണ്ട് അവിടെ തനിയെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട തനിയെ ഉല്ലസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പാർക്കുണ്ട്, ഗാന്ധി പാർക്ക് അല്ലേ, ഗാന്ധി മണ്ഡപത്തിൽ പാർക്ക്. എല്ലാവർക്കും അതൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പേരെന്നെ? പേര് അപ്പോൾ നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്, വിജയരാഘവനും ബീനയും. ബീന തന്നെയല്ലേ? അപ്പോൾ ടോക്കോമാനെ കന്യാകുമാരിന്ന് 2 സുഹൃത്തുക്കളെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡല്ലേ? കാസർഗോഡൊക്കെ വരുന്നുണ്ട്. അവിടെ എല്ലാം വരുന്നത് നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ മുതലുണ്ട്. അവിടെയാണ് വീട്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ന് തന്നെ വന്നതാണ്. ഇവിടെ പാലക്കാടൊക്കെ വരുമ്പോഴേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡെയിലി അവിടെ പോകുന്നതെന്നുള്ളൊക്കെ ഇനിമൊരു ഉണ്ടാവും. പാലക്കാട് വരുമ്പോൾ നമ്മൾ അറിയാൻ സാധിക്കും. യൂട്യൂബ് ചാനലുണ്ടോ? വിജയരാഘവൻ കാഞ്ഞങ്ങാട്. ശരി, നമുക്ക് നോക്കാം. ഐശ്വര്യൊക്കെ എത്തിക്കുന്നു. മസാല കൂട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്, അടിപൊളി സ്മെല്ലുകളും വരുന്നുണ്ട്. കോറൽസിൻ്റെ ധാരാളം കോറൽസുകളാണ്
അപ്പോൾ പാട്ട് ഇവിടെ എല്ലാം ഫാൻസി ഐറ്റംസ് കൊണ്ട് ഫാൻസി ഐറ്റംസാണ് ഇവിടെ എല്ലാം ഫാൻസി ഐറ്റംസാണ്. ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. സുനാമി നിലവ് മണ്ഡപം ഓപ്പണായിട്ടുണ്ട് കേട്ടോ, തുറന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് 2004 അല്ലേ, 2004 സുനാമി ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഇവിടെയും ധാരാളം 150 പേരോളം എന്തും ഇവിടെയും മരണപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സുനാമി മെമ്മോറിയൽ ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്നത്തേക്കാളും ആദ്യത്തെ തുടക്കത്തേക്കാളും നല്ല മനോഹരമായിട്ട് ഇതെല്ലാം മനോഹരമാക്കി ഇറക്കിയിട്ടുണ്ട്. നല്ല പുല്ലൊക്കെ വെച്ച്. ഇപ്പോൾ തമിഴ്നാട് ഒരുപാട് പുരോഗമിച്ചു, ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗമിച്ചു. എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം. ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. നല്ല കുരുവിയായിട്ട് ബന്ധപ്പെട്ട് 2004 ഡിസംബർ 24 എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ 300 പേരോളമാണ് ആ സുനാമിയിൽ മരണപ്പെട്ടത്. നല്ല പാർക്കൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നത്. എല്ലാം ഡ്രസ് കച്ചവടങ്ങളാണ്. ചിന്നതിന് എவ்வளோ റേറ്റ്? ചിന്നത് 100 രൂപ കണ്ട. ചിന്നതിന് 100 രൂപ. പെരുസ് അണ്ണേ, പെരുസ് ഇത് പെരുസ് 100, എല്ലാം 100 രൂപ. അല്ല പാനിപ്പൂരി ഇതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. വത്തക്ക കഴിക്കണം, മാങ്ങ കഴിക്കണം. പതിവ് പോലെ വീണ്ടും പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന്, പൈനാപ്പിൾ കഴിച്ചുകൊണ്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ദൃശ്യഭംഗിയോടെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി നിറച്ച ആൾക്കാരാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നല്ല വൃത്തിയായിട്ട് സൺസെറ്റ് കാണാം. അതിൻ്റെ ഭാഗമായി നേരെ നിന്ന് ആൾക്കാർ നിൽക്കുകയാണ് സൺസെറ്റ് കാണാൻ വേണ്ടി. ഇപ്പോൾ അസ്തമിക്കും, 5 മിനിറ്റിനുള്ളിൽ അസ്തമിക്കും. നിങ്ങളെവിടെ എവിടെയുള്ളത്? ആ സ്കൂളാ കോളേജാ? സ്കൂളാ കോളേജാ? ഏത് സ്കൂള്? രാവിലെ എത്തിയാ? എത്തിയാണോ? ഇതിനിപ്പോ നാളെ പോവാ? ആ അതെ അതെ, ടോക്കോമാൻ. എല്ലാരും പേര് പറഞ്ഞു. ദർശന. ഇനി മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അതിപ്പോൾ ലൈറ്റ് വീഴും. ലൈറ്റ് വീഴും, നല്ല മനോഹരമായിരിക്കും. അതെടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങൾ പോയാ? അവിടെ കയറിയാ? 4 മണിയാകുമ്പോൾ ഇപ്പോൾ വരും. ഇപ്പോൾ ഇത് ലൈറ്റ് വീണില്ലേ, ഒരു അരമണിക്കൂർ നിന്നാൽ അതിൻ്റെ ലൈറ്റ് വീഴും. ലൈറ്റ് വീഴുമ്പോൾ അതിൻ്റെ ബ്രിഡ്ജ് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിരിക്കും. നിങ്ങൾ ബസ്സിനാണ് വന്നത് എല്ലാവരും കൂടെ? അപ്പോൾ ടീച്ചേഴ്സൊന്നും ഇല്ലേ? ആ